ഇത് സംഭവിച്ചത് നമ്മുടെ കേരളത്തിലെ ഒരു എയർപോർട്ടിലാണ്. ഏത് എയർപോർട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ വെസ്റ്റേൺ കൺട്രീസിൽ കാനഡ, USA, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള കൺട്രീസിലൊക്കെ ജോലി ചെയ്യുകയോ സ്റ്റുഡൻറ്റോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഇനി ഇത് കേട്ടിട്ട് ചിലർ കമൻസിൽ വന്ന് എന്നെ തെറി വിളിക്കുമായിരിക്കും, അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു, റേസിസം ഇൻ ഓസ്ട്രേലിയ എന്നൊരു ടോപ്പിക്കിൽ. അപ്പോൾ അത് കണ്ടിട്ട് പലരും കമൻസ് ഒക്കെ എഴുതിയിരുന്നു. അതിലെ ഒരു കമൻറ്റ് ഒരാൾ എഴുതിയത് ഇങ്ങനെയാണ്: ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ജീവിക്കുന്ന ഇന്ത്യൻസിൻ്റെ കുട്ടികളെ സ്കൂളിൽ മറ്റു കുട്ടികൾ ബുള്ളി ചെയ്യുന്നു. എന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ ദേഹത്തു നിന്ന് കറിയുടെ സ്മെല്ല് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ബുള്ളി ചെയ്യുന്നത്. അപ്പം പുള്ളി ഈ ഒരു വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ വേറൊരു വീഡിയോ ആണ് നേരത്തെ പ്ലാൻ ചെയ്തത്. പക്ഷേ ഏതായാലും ഇനി ഇത് വെച്ചിട്ട് പോകാം. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പല ഇന്ത്യൻസിനെതിരെയുള്ള വീഡിയോസും കണ്ടു കാണും. അതിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 80 തൊട്ട് 90% കമൻസും ഇന്ത്യൻസിൻ്റെ ഒരു സ്മെല്ലിനെ കുറിച്ചാണ് ഇവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? പലരും വിചാരിക്കുന്നത് ഇത് അവർ ചുമ്മാതെ ഒരു റേഷ്യൽ അബ്യൂസായിട്ട് പറയുന്നതാണ്. പക്ഷേ ഇതിലൊരു വാസ്തവം ഇല്ല എന്നതാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതിൽ കുറച്ച് വാസ്തവം ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്ന ഒരു ബോഡി ഓർഡറാണ്. മറ്റേത് നമ്മുടെ ഈ ജാക്കറ്റിൽ നിന്നും തുണികളിൽ നിന്നൊക്കെ വരുന്ന ഒരു കറിയുടെ സ്മെല്ല്. ഇത് നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് 2 കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് കുറേയൊക്കെ മിനിമൈസ് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവം പറയാം. ഇത് സംഭവിച്ചത് നമ്മുടെ കേരളത്തിലെ ഒരു എയർപോർട്ടിലാണ്. ഏത് എയർപോർട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാനപ്പോൾ അവിടെ ഇറങ്ങി, എനിക്ക് അവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു കൊച്ച് വന്നിട്ട് എന്താ വേണം എന്നൊക്കെ ചോദിച്ചു. അപ്പം പുള്ളിക്കാരി ഭയങ്കര വെൽ ഡ്രസ്ഡും ഒക്കെ ആയിരുന്നു, നല്ലതായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു, നമ്മളെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു സാധനം എടുക്കാനും ഒക്കെ. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ഒരു വിയർപ്പിൻ്റെ സ്മെല്ല്. അപ്പം ഞാൻ വിചാരിച്ചു, ഈശ്വര, ഞാൻ ഇത്രയും നേരമൊക്കെ പ്ലെയിനിലിരുന്ന് ഞാൻ ഇത്രയും വിയർത്തെന്ന് വിചാരിച്ച് ഞാൻ തന്നെത്താൻ ഇങ്ങനെ സ്മെല്ല് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്, ഇനി എൻ്റെ ദേഹത്തു നിന്നാണോ സ്മെല്ല് വരുന്നതെന്ന്. പക്ഷേ എൻ്റെ ദേഹത്തു നിന്ന് വന്നതല്ല, ആ കൊച്ചിൻ്റെ ഒരു ബോഡി ഓർഡറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ, ഇവർ ഇത്ര വെൽ ഡ്രസ്ഡും ഇത്ര യങ് ആയിട്ടുള്ള ഒരാൾക്കാരൊക്കെ ഇത്ര കെയർലെസ് ആണോ ഇങ്ങനത്തുള്ള കാര്യങ്ങളെന്ന് ഞാനപ്പോൾ ഓർത്തു. ഇത് കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ഇന്ത്യൻസ് പൊതുവെ ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം പലർക്കും ഇല്ല. കുറച്ച് ഓൾഡ് ജനറേഷനിൽ ഒട്ടും ഇല്ല. പലരും പെർഫ്യൂമും കൊളോണും ഒക്കെ ഉപയോഗിക്കും. പക്ഷേ മിക്കവരും ഡിയോഡ്രൻസ് നാട്ടിൽ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പെർഫ്യൂമൊന്നും നമ്മുടെ ആ ഒരു ബോഡി ഓർഡറിനെ കംപ്ലീറ്റ് ആയിട്ട് മാസ്ക് ചെയ്യുന്നില്ല. അതിന് ഡിയോഡ്രൻറ്റ് തന്നെ യൂസ് ചെയ്യണം. പിന്നെ വിയർപ്പിന് ആരെന്നൊന്നുമില്ല. മമ്മൂട്ടി വിയർത്താലും ഐശ്വര്യ റായ് വിയർത്താലും സ്മെല്ലുണ്ടാവും. പക്ഷേ പൊതുവെ കേരളത്തിലും ഇന്ത്യയിലും ഒന്നും ഇതിനെക്കുറിച്ചൊന്നും ആരും അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്ത് കേട്ടിട്ടില്ല, ആരെപ്പറ്റി കുറ്റം പറയുന്നുവെന്നും. എല്ലാവരും somehow everybody is okay with it. പക്ഷേ നിങ്ങൾ വെസ്റ്റേൺ കൺട്രീസിൽ കാനഡ, USA, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള കൺട്രീസിലൊക്കെ ജോലി ചെയ്യുകയോ സ്റ്റുഡൻറ്റോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഇതെനിക്ക് പേഴ്സണൽ അനുഭവം ഉള്ളതാണ്. പലരും ഒരാളെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം. പിന്നെ പലരും തമ്മിൽ മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഒന്നിലല്ല പല തവണയായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം പുറത്ത് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളോട് അവർ നേരിട്ട് പറയത്തില്ല, പക്ഷേ ബിഹൈൻഡ് യുവർ ബാക്ക് നിങ്ങളെക്കുറിച്ച് അവർ ഇങ്ങനെ കംപ്ലൈൻറ്റ് മറ്റൊരാളുടെയൊക്കെ പറഞ്ഞേക്കാം. നമ്മൾ എന്നും കുളിക്കുക എന്ന് പറയുന്നത് എത്ര ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വെസ്റ്റേൺ കൺട്രീസിൽ ഈ ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുന്നത് ഇവർ കാണുന്നത്. ഇനി ഇത് കേട്ടിട്ട് ചിലർ കമൻസിൽ വന്ന് എന്നെ തെറി വിളിക്കുമായിരിക്കും, അറിയത്തില്ല. പക്ഷേ ഇത് ശരിക്കും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു 20 വർഷത്തോളമൊക്കെ ഞാൻ ഇന്ത്യക്ക് പുറത്ത് താമസിച്ച ഒരാളെന്ന രീതിയിൽ ആരെങ്കിലും എന്നോട് ഒരു അഡ്വൈസ് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു അഡ്വൈസ് എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 ആയിരിക്കും. നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ നമ്മളൊരു ഹോൾ കൺട്രിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു വെസ്റ്റേണർ ഒരു 2-3 ഇന്ത്യൻസിനെ ഇതുപോലെ കാണുവാണെങ്കിൽ അവർ പിന്നെ അങ്ങ് പറയും എല്ലാ ഇന്ത്യൻസും ഇങ്ങനെയാണ്. അങ്ങനെയാണ് ഈ ഒരു സ്റ്റീരിയോടൈപ്പ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഈസിയാണ്, അത് അത്ര എക്സ്പെൻസീവും അല്ല, എല്ലാവർക്കും അഫോർഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇത് എസ്പെഷ്യലി പുറത്ത് ജീവിക്കുന്ന ആൾക്കാർ ഇത് എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ പല വീഡിയോസും കണ്ടിട്ടുള്ളതായിരിക്കും. ഈ പ്ലെയിനകത്തൊക്കെ ഇന്ത്യൻസിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഇതുപോലെ അവർ പോസ്റ്റ് ചെയ്യും.
അപ്പം നിങ്ങൾ അറിയാതെ ചിലപ്പോൾ നിങ്ങൾ വൈറലായെന്ന് വരും. അതുകൊണ്ട് ഈ ഒരു കാര്യം ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം ട്രാവൽ ചെയ്യുമ്പം എസ്പെഷ്യലി. ഇനി രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജാക്കറ്റിലും ഷൂസിലും നമ്മുടെ മുടിയിലുമൊക്കെ ഈ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പം ഈ ഒരു സ്മെല്ല് പറ്റിപ്പിടിച്ചിരിക്കും. അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഫിൻലൻഡിലാണെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഇന്ത്യൻസിൻ്റെ അടുത്തൂടെ പോകുമ്പം എനിക്ക് ആ സ്മെല്ല് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഈ ജാക്കറ്റിലൊക്കെ ഇരിക്കുന്നതിൻ്റെ ആ ഒരു കറിയുടെ സ്മെല്ല്, അത് പഴകിയ ഒരു സ്മെല്ലാണ് വരുന്നത്. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെന്നല്ല, ജാക്കറ്റൊന്നും ആരും അത്ര ഫ്രീക്വൻ്റ്ലി വാഷ് ചെയ്യാറില്ല. അപ്പം ഇതിൽ പറ്റിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പഴകും തോറും അതിൻ്റെ സ്മെല്ലിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും അതുപോലെ കൂടും. അത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു അൺപ്ലസൻറ്റ് ഓർഡറാണ്. പിന്നെ ഇതിന് മെയിനായിട്ട് ഒരു കാരണം, ഇവിടെ പലരും അപ്പാർട്ട്മെൻറ്റ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പം ഈ ഒരു സ്മെല്ല് ഈ അപ്പാർട്ട്മെൻറ്റ് മുഴുവൻ അങ്ങ് പരക്കും. അതിൻ്റെ കൂടെ പലരും ജാക്കറ്റ്സ് ക്ലോസറ്റിനകത്തല്ല തൂക്കിയിടുന്നത്, ഇങ്ങനെ ഹോൾവേയിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടേക്കുമായിരിക്കും. ഇത് ഒരു കംപ്ലീറ്റ് നോ ആണ് നിങ്ങൾ വീട്ടിൽ ഇന്ത്യൻ കുക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ. എപ്പോഴും ജാക്കറ്റ്സും ഷൂസും ഒക്കെ നിങ്ങൾ എപ്പോഴും ക്ലോസറ്റിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ നോക്കണം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കഴിയുന്നതും ആഴ്ചയിൽ 2 or 3 ഒക്കെ തവണയായിട്ട് കുക്കിങ് കുറയ്ക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നതും മസാല വെച്ച് പെരുമാറുന്നതും ഒക്കെ കഴിയുന്നതും കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു സൊല്യൂഷൻ. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചിമ്നി ഓൺ ചെയ്ത് വെക്കണം, അതായത് അല്ലെങ്കിൽ എക്സോസ്റ്റ് ഓൺ ചെയ്തിട്ടിരിക്കണം. അതുപോലെ തന്നെ പലരും ചെയ്യാത്തൊരു കാര്യമാണ്, നിങ്ങളുടെ ചിമ്നിക്കകത്ത് ഒരു ഫിൽറ്റർ കാണും. പുറത്തൊക്കെ എല്ലായിടത്തും ഇപ്പോൾ ഡിഷ് വാഷേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫിൽറ്റർ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളിത് ഡിഷ് വാഷറിലിട്ട് വാഷ് ചെയ്യണം. പലർക്കും ഇത് അറിയത്തില്ല. ചിലപ്പം വർഷങ്ങളോളം ആ ഒരു ഫിൽറ്റർ വെച്ചായിരിക്കും ഇവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തോ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഓയിലെല്ലാം ഇതെല്ലാം അങ്ങ് പറ്റിപ്പിടിച്ച് അത് വലിയൊരു കട്ട പോലെ അങ്ങ് ആവും. പിന്നെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, നമ്മൾ ഓൺ ചെയ്തിടാവുന്നേ ഉള്ളൂ. അത് അതിനകത്തുനിന്നൊന്നും ഫിൽറ്റർ ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു ഫിൽറ്റർ എല്ലാ മാസവും വാഷ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. പിന്നെ ഈ ഒരു സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, കഴിയുന്നതും ഒരു അടപ്പ് വെച്ചിട്ട് വേണം എപ്പോഴും കുക്ക് ചെയ്യാൻ കഴിയുന്നിടത്തോളം. നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് സ്ഥിതി വേറെയാണ്. നമുക്ക് 2 കിച്ചണുണ്ട് ഇപ്പോൾ മിക്ക വീടുകളിലും. ഒന്ന് ഒരു ഷോയ്ക്ക് വേണ്ടി ഒരു കിച്ചണ്, പിന്നെ മറ്റേതൊരു വർക്ക് ഏരിയ. ഈ വർക്ക് ഏരിയയിലായി ഈ ശരിക്കുമുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്, ഈ കടുക് പൊട്ടിക്കലും പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കുന്നത് അവിടെയാണ്. ഇവിടെയുള്ള അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ മിക്കതും കിച്ചൺ എന്ന് പറയുന്നത് ലിവിങ് റൂമിനകത്ത് തന്നെ ആയിരിക്കും. അപ്പം ഇത് ഭയങ്കരമായിട്ടും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സോഫയിലും കർട്ടൻസിലും ഒക്കെ ഈ ഒരു സ്മെല്ല് പറ്റി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാത്ത ഒരു അൺപ്ലസൻറ്റ് ഓർഡറായിട്ട് മാറും അത്. പിന്നെ കഴിയുമെങ്കിൽ ഡോറും വിൻഡോയും ഒക്കെ തുറന്നിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഫിൻലൻഡ് പോലെ ഒരു സ്ഥലത്ത് ഇത് നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മൾ വിൻ്ററിലൊക്കെ ഡോറ് തുറന്നാൽ -20, -22 ഒക്കെ. അപ്പം അതൊരു ഓപ്ഷനേ അല്ല. പക്ഷേ എങ്കിലും ഒരു 5-10 മിനിറ്റ് ഒക്കെ തുറന്നിട്ടാൽ തന്നെ വലിയൊരു വ്യത്യാസം വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ്, കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് പിന്നെ പുറത്ത് ഇട്ടുകൊണ്ട് പോകരുത്. ഒന്നുകിൽ കുക്കിങ്ങിനായിട്ട് വേറെ തുണി മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ കുക്ക് ചെയ്ത ഉടനെ തന്നെ ഇത് ലോണ്ടറിയിലോട്ട് ഇട്ട് വാഷ് ചെയ്യാൻ ഇടുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ തുണികൾ നനഞ്ഞു കഴിഞ്ഞിട്ട് റൂമിനകത്ത് ഇട്ട് ഡ്രൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കുക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം, കുക്കിങ്ങിനായിട്ടൊരു ദിവസം, ലോണ്ടറിക്കായിട്ട് വേറൊരു ദിവസം, രണ്ടും കൂടെ ഒരു ദിവസം ചെയ്യാതിരിക്കാൻ നോക്കും. പിന്നെ നിങ്ങൾക്ക് റൂമിലേക്ക് ഒരു ഓർഡർ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കിട്ടുന്ന ഒരു സാധനമുണ്ട്, ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറയുന്നതിന്. അത് മിക്ക സൂപ്പർ മാർക്കറ്റിലും കിട്ടും. നിങ്ങൾ ഈ ലോണ്ടറി സെക്ഷനിലൊക്കെ നോക്കിയാൽ കാണാം. അത് വാങ്ങിച്ച് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കിച്ചണിൽ വയ്ക്കാം, നിങ്ങളുടെ ക്ലോസറ്റിനകത്ത് വെക്കാം. ഇത് സ്മെല്ലിനെ അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ സോഫയിലും കർട്ടൻസിലും ഒക്കെ അടിക്കാൻ പറ്റുന്ന സ്പ്രേയും കിട്ടും. ഇതും ഈ ഒരു സ്മെല്ലിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പം ഇതും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ഇതും വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കുക. പല ഇന്ത്യൻസിനും ഇങ്ങനെ ഒരു കാര്യമുള്ളതായിട്ട് അവർ അവെയറേ അല്ല. അപ്പം അതുകൊണ്ടാണ് അവരുടെ കുട്ടികളെയൊക്കെ സ്കൂളിൽ പുള്ളി ചെയ്യുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കുറേ സ്റ്റെപ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബുള്ളിങ്ങും ഒക്കെ നമുക്ക്, ഇങ്ങനെയുള്ള ഹെയ്റ്റ് കമൻസും ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇങ്ങനൊരു സംഭവം നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? അതോ ഞാൻ ഈ പറഞ്ഞതൊക്കെ വെറുതെ ആണെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യും.